അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കുമ്പോൾ നമ്മുടെ ആ സിസ്റ്റം തന്നെ കറക്റ്റ് ആവുന്നത്. അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞത് കാര്യങ്ങൾ ശരി തന്നെയാണ്. ഇപ്പം നമ്മൾ മത്സരിക്കുന്ന പാർട്ടി തന്നെയാണ് ഇപ്പം അവർക്കറിയാലോ ബാക്ക്ഗ്രൗണ്ട്, ഈ നിൽക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അവർ കറക്റ്റാണോ അല്ല നല്ല ആൾക്കാരാണോ, അപ്പോൾ അവർ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പം എന്താ പറയുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നല്ല ആൾക്കാരാണോ വരേണ്ടത് അതോ മോശമാണോ. യെസ്, അപ്പോൾ സെന്റ് തെരേസാസ് കോളേജിലെ മാധ്യമ വിദ്യാർത്ഥികളോടുള്ള ചോദ്യം, കളങ്കിതരായ കുറ്റാരോപിതരായ കേസുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാമോ എന്നതായിരുന്നു. എന്ത് മനസ്സിലായി? എനിക്ക് തോന്നുന്നത് കറക്റ്റായ ആളുകൾ തന്നെ വേണം നമ്മളെ നയിക്കാൻ. പക്ഷേ ആ സ്ഥാനാർത്ഥി കറക്റ്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? വോട്ടർമാരാണ്. അങ്ങനെ പലരും പല രീതിയിലുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാകും. പക്ഷെ അവർ ശരിയാണോ നമ്മളെ നയിക്കാൻ എന്ന് വെച്ചാൽ എല്ലാവരും പെർഫെക്റ്റ് അല്ല. അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പല കേസുകളും സംഗതികളൊക്കെ ഒക്കെ ഉണ്ടാകാം. അത്തരം ആളുകളെ വിലയിരുത്തി അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. അൾട്ടിമേറ്റ്ലി ദ കിങ് ഈസ് വോട്ടർ. റെസ്പോൺസിബിലിറ്റി വോട്ടേഴ്സിനാണ് എന്ന ഒരു തീർപ്പാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ചിട്ടുണ്ടായത്. കറക്റ്റ് അല്ലേ? അപ്പോൾ താങ്ക് യു. അപ്പോൾ വോട്ട് പാത ഇതാ സെന്റ് തെരേസാസിൽ നിന്ന് അടുത്ത ഒരു ക്യാമ്പസ് ലക്ഷ്യമാക്കി മറ്റൊരു ക്യാമ്പസിൽ നിന്ന് വീണ്ടും കാണാം.